വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. കിച്ചൺ ടിപ്പിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടിപ്പ് തേങ്ങ കൊണ്ടുള്ളതാണ്. തേങ്ങ ചേർക്കാൻ മടിയുള്ളവർക്കായിട്ട് ഇതാ നമുക്കൊരു തേങ്ങ മുറി എടുത്തിട്ട് അതിന് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രഷ് ആക്കിയ ശേഷം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല നമ്മൾ തേങ്ങ ചിരവിയതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് രാവിലെ പെട്ടെന്ന് തീർക്കുന്നൊരു പണിയാണ്. നെക്സ്റ്റ് ടിപ്പ് മല്ലിച്ചപ്പ്. ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. കറിക്കായിട്ട് മല്ലിച്ചപ്പ് എടുക്കും. നല്ല ഫ്രഷ് തന്നെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണിത്. മല്ലിച്ചപ്പ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് വെക്കാം. ഒരു കവറോ സിപ്പോ കവറോ മറ്റോ എടുത്തിട്ട് അതിലേക്ക് ടിഷ്യൂ വെച്ച് കൊടുക്കുക. ടിഷ്യൂ വെച്ച ശേഷം നമ്മൾ മല്ലിച്ചപ്പ് വെക്കുകയാണെങ്കിൽ എപ്പോഴും പാടാത്ത നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതിൻ്റെ പശ വെള്ളത്തെല്ലാം ഈ ടിഷ്യൂ പേപ്പറിലേക്ക് പറ്റും. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. സിപ്പോ കവറില്ലെങ്കിൽ നല്ലൊരു കൂട്ട കവർ എടുക്കുക. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇട്ട് വെച്ചിട്ട് അത് നല്ലോണം കവറാക്കിയ ശേഷം വെച്ചാലും മല്ലിച്ചപ്പ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് പച്ചമുളക്. അത് എത്ര നമ്മൾ കൊണ്ടു വെച്ചാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം. ഒരു കവർ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വരുന്ന പശയും വെള്ളവും ഇതെല്ലാം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്ര ദിവസം വേണം വെക്കാം നമുക്ക്. കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ പച്ചമുളകെല്ലാം വെള്ളം വരും. അപ്പോൾ ഈ വെള്ളം എന്താക്കും ടിഷ്യൂ പേപ്പറിലേക്ക് പോകും. നെക്സ്റ്റ് ടിപ്പ് നമ്മുടെ ബാക്കി വന്ന ബാറ്ററെല്ലാം ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് ലാഭിക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. എന്നിട്ട് മൂടിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് ലാഭം, നമുക്ക് ബാറ്ററി സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ടിപ്പാണ്. കുട്ടികൾ കുറേ ബിസ്ക്കറ്റെല്ലാം കൊണ്ടുപോയിട്ട് ചാടും. അപ്പോൾ അത് വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളെ പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടായ ശേഷം നമുക്കത് മറിച്ച് തിരിച്ചിട്ടെങ്കിൽ നമ്മളെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പിയോടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികളിങ്ങനെ ചാടുമ്പോൾ ഞാൻ വേസ്റ്റ് ആക്കല്ല. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്തായാലും നമുക്കത് യൂസ്ഫുള്ളാണ്. ചൂടായ ശേഷം അത് നമുക്ക് കവറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഷൂ കളിച്ചിട്ടെല്ലാം വരുമ്പോൾ ഭയങ്കര കച്ചറായിട്ടുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഷൂ കഴുകാനും വരക്കാനും ഭയങ്കര മടിയല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ വരക്കേണ്ട നേരെ എന്ത് ചെയ്യാം, ഒരു ടവലെടുക്കുക, അതിലേക്ക് ഷൂ വെക്കാം, കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കെട്ടുമ്പോൾ നല്ല കെട്ടിയോടെ കെട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വാഷിംഗ് പൗഡർ ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിക്കാം. എന്നിട്ട് വാഷാക്കാൻ വെക്കാം. അപ്പോൾ ഇതിലുള്ള അഴുക്കും ചെളിയും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരും. ഈ ടിപ്പ് എൻ്റെ ബ്രദർ ചെയ്യുന്ന കണ്ടിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ നല്ല ചെളിയെല്ലാം ഉണ്ടായ ഷൂ ആണിത്. അടിപൊളിയായിട്ട് എനിക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം എത്ര മാത്രം ചെളിയുണ്ടെന്ന്. അതെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ചെടീൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴിച്ച ശേഷം നല്ല വെള്ളം വെച്ച് കഴുകിയ ശേഷം നമുക്ക് ഡ്രൈയിലിട്ടിട്ട് ഉണക്കിയെടുക്കാം. ഉണക്കുന്ന സമയത്ത് നല്ലോണം കെട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ നല്ലോണം കെട്ടി കൊടുത്തിട്ട് ഡ്രൈക്കിട്ടിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഞാൻ ഇത്രയും വിചാരിച്ചില്ല, എത്ര ചെടിയാണെങ്കിലുണ്ടായിരുന്നു. ഞാൻ വാലിൽ പോയിട്ട് കളിച്ച കുറേ കച്ചറയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാണുന്നതിനായിട്ട് എത്രയോ കൂടുതൽ കളറും ആ ചെളിയെല്ലാം പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഡ്രൈക്ക് ഇട്ടിട്ട് ഉണക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ആട്ടോ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യവസായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം തെറ്റുണ്ടെങ്കിലൊന്നും കമൻറ്റ് ബോക്സിൽ പറയുക.